നമുക്ക് ഇതേപോലെ ഒരു സിനമൺ ബൺ അങ്ങനെ ഉണ്ടാക്കിയാലോ? എങ്ങനെയുണ്ടാവും? സൂപ്പറാവില്ലേ? കിടിലൻ സോഫ്റ്റും കിടിലൻ ടേസ്റ്റിലും. അപ്പൊ സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൻ. ഈ റെസിപ്പി കൊണ്ട് നമുക്ക് 12 സിനമൺ ബണ്ണാണ് ഉണ്ടാക്കാൻ പറ്റണേ. ഒരു പോട്ടിലേക്ക് 240 ml പാൽ ഒഴിക്കാം. ഒരു 113 ഗ്രാം ബട്ടർ ചെറുതായിട്ട് അങ്ങനെ തിളപ്പിക്കുക 110 ഡിഗ്രിയിൽ. അധികം ചൂട് വേണ്ട കേട്ടോ. അത് കഴിഞ്ഞാൽ അത് മെൽറ്റായി കഴിഞ്ഞാൽ ബോളിലേക്ക് മാറ്റുക. ഒരു 63 ഗ്രാം പഞ്ചസാര ഇടുക. അത് കഴിഞ്ഞ് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞാൽ 2.5 ടീസ്പൂൺ ഈസ്റ്റ് അങ്ങോട്ട് ഇട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം വെക്കുക. അധികം ചൂട് പാടില്ല, അല്ലെങ്കിൽ ഈസ്റ്റ് വർക്കാവില്ല. 560 ഗ്രാം മൈദ, ഒരു 1.5 ടീസ്പൂൺ ഉപ്പ്, ബ്രൗൺ ഷുഗർ 73 ഗ്രാം, സിനമൺ പൗഡർ 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം അളന്നെടുക്കുക. അപ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനി ബ്രൗൺ ഷുഗറിൻ്റെ വലിയ വലിയ പീസുകളുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് അത് റെഡിയാക്കണം കേട്ടോ. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക്, ആ വെറ്റ് മിക്സിൻ്റെ ഉള്ളിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുക. ഒരു ടേബിൾ സ്പൂൺ വാനില എക്സ്ട്രാക്റ്റ്, അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തതേ ഇതേപോലെ മിക്സ് ചെയ്ത് കൊണ്ടുവരാം. അത് ലൂസായിരിക്കും ഡോ. നിങ്ങൾ തിക്ക് ഡോ തിക്കായി കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് ലൂസാക്കണം. ഒരു 10 മിനിറ്റ് നേരം നമ്മളത് കുഴയ്ക്കാം. അത് കഴിഞ്ഞ ഒരു ബോളിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ച് അതങ്ങോട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി വെച്ച അത് ഡോ ഒരു ബോളാക്കി അതിൻ്റെ ഉള്ളിലേക്കാണ്ട് വെക്കുക. ഒരു തുണി എടുത്ത് കവർ ചെയ്യുക. അത് കഴിഞ്ഞ് അത്യാവശ്യം ഒരു ചെറു ചൂടുള്ള സ്ഥലത്ത് 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഡോ അതിൻ്റെ ഡബിളാവും. അത് കഴിഞ്ഞ് ഒരു ക്ലീൻ സർഫസിലേക്ക് കുറച്ച് ഫ്ലവർ അങ്ങ് ഡസ്റ്റ് ചെയ്യുക. നമ്മളിത് ഡബിളായ ഡോ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇടുക. നമ്മുടെ കൈ കൊണ്ട് അത് പ്രസ് ചെയ്യുക. റോളിംഗ് പിന്നൊന്നും വേണ്ട, കൈ കൊണ്ട് പ്രസ് ചെയ്താൽ ലൂസ് ഡോ ആയതുകൊണ്ട് നന്നായിട്ടാണ്ട് പരന്നോളും. പിന്നെ ആ ഷീറ്റ് 12 ഇഞ്ചും 24 ഇഞ്ചും ഷീറ്റായിട്ട് നമ്മൾ പരത്തിയെടുക്കുക കേട്ടോ. അതിനുള്ളിലേക്ക് സോഫ്റ്റ് ബട്ടർ 85 ഗ്രാം, അത് അങ്ങോട്ട് ഇതേ നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. പിന്നെ ഒരു ബോളിലേക്ക് 110 ഗ്രാം ബ്രൗൺ ഷുഗർ, സിനമൺ പൗഡർ 1.5 ടീസ്പൂൺ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ ആ ബട്ടർ തേച്ചതിൻ്റെ മുകളിലേക്ക് അത് അങ്ങോട്ട് വെതറി കൊടുത്ത് കൈ കൊണ്ട് എല്ലായിടത്തും ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് 1 ഇഞ്ചോളം ഗ്യാപ്പ് ഇട്ട് വിടണം കേട്ടോ. കാരണം നമ്മൾ റോൾ ചെയ്ത് വരുമ്പോൾ അത് ലോക്ക് ചെയ്യാനാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ റോൾ ചെയ്ത് വരാം. ഇതേപോലെ അത്യാവശ്യം ടൈറ്റ് ചെയ്ത് ഇങ്ങനെ റോൾ ചെയ്യാം. നമ്മുടെ ഫുൾ കൈ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല റോൾ ചെയ്യാനായിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് നമ്മൾ വിട്ടുണ്ടായിരുന്നല്ലോ, അത് വെച്ച് ആ എഡ്ജസ് അങ്ങോട്ട് സീൽ ചെയ്യാം നന്നായിട്ട്. ഓക്കെ, ഇതേപോലെ അങ്ങോട്ട് കിട്ടും. ഇനി നമുക്ക് മാർക്ക് ചെയ്യാം. 2 ഇഞ്ച് തിക്കിൽ നമുക്ക് ആദ്യം തന്നെ മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഒരു മെത്തേഡ് ഇങ്ങനെയാണ്, കത്തി വെച്ചാണ്ട് കട്ട് ചെയ്തെടുക്കുക. രണ്ടാമത്തെ മെത്തേഡ് നമ്മുടെ കയ്യിൽ വല്ല കയറുണ്ടെങ്കിൽ അത് സൈഡിൽ കൂടെ ഇടുക. അത് കഴിഞ്ഞ് ഇതേപോലെ കെട്ടുണ്ടാക്കുക, ഒറ്റ വലി, അതും 2 അതും അടുത്തൊരു മെത്തേഡാണ്. അത് കുറച്ചുകൂടി ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് പോരാൻ നല്ലത് ഇതാണ്. അത് കഴിഞ്ഞ് ആ ഡോവിൻ്റെ അടിവശത്ത് നിന്ന് ഒന്ന് അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ അടിഭാഗം ഒന്ന് സീൽ ചെയ്യുക. അപ്പം അത് നന്നായിട്ട് പൊന്തി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിക്ചറിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ പൊന്തി വരുന്ന സിനമൺ ബൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞാൽ പാർച്ച്മെൻറ്റ് പേപ്പർ ഇട്ട ഒരു ട്രേയിലേക്ക് അതങ്ങോട്ട് നിരത്തി വയ്ക്കുക. അത് കഴിഞ്ഞാൽ വീണ്ടും കവർ ചെയ്യുക. 1 മണിക്കൂറോളം ചൂടുള്ള സ്ഥലത്ത് വയ്ക്കുക. ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക 350 ഡിഗ്രിയിൽ. ഓവനിലേക്ക് വയ്ക്കുക. 20 മിനിറ്റ് നേരം അത് കുക്ക് ചെയ്യാം. റെഡി ആയി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് എടുക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള സിനമൺ ബൺ കിട്ടും നിങ്ങൾക്ക്. ചിലപ്പോൾ ഒരു ചെറിയ ടൈം വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും കേട്ടോ, നിങ്ങളുടെ ഓവൻ്റെ അനുസരിച്ച്. ഇനി ഒരു വയർ റാക്കിലേക്ക് മാറ്റാം, ഒന്ന് തണുപ്പിക്കുക. ഓക്കെ, ഇതേപോലെ നല്ല സോഫ്റ്റ് സിനമൺ ബൺ. ഓക്കെ, നമ്മുടെ സിനമൺ ബൺ റെഡി ആയിട്ടുണ്ട്. ലെയറുകളൊക്കെ ഉണ്ടോ?
ഈടു സിനിമൺ ബണ്ണ കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ ഗ്ലേസ് ഉണ്ടെങ്കിൽ ഗ്ലേസ് ഇടാം. എനിക്ക് മധുരം അത്രയ്ക്കും ഇഷ്ടമുള്ള ആളല്ല. എനിക്ക് ഇങ്ങനത്തെ ഉണ്ടാവും എനിക്കിഷ്ടം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.